വളരെ ശക്തിയായിട്ട് സ്റ്റേറ്റുകൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നതിൽ കേരളം നിർണായകമാണ്. ഇത് മാത്രമല്ല പ്രശ്നം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളം വളരെ നിർണായകമായ ഒരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ലെന്ന് ചോദിച്ചാൽ കഴിയണം. അത് കഴിയുന്ന വിധത്തിലുള്ള സമീപനം കേരളത്തിലെ കോൺഗ്രസ് സുഹൃത്തുക്കളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതർവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അതർവ്യൂവിൽ അതിഥിയായിട്ടുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് PT മുഹമ്മദ് ബഷീറാണ്. സ്വാഗതം. താങ്ക് യു. വെൽക്കം. ഈ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ബീഹാറിലെ ജാതി സെൻസസിൻ്റെ കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. സുപ്രീം കോടതി ആ കണക്കുകൾ പ്രസിദ്ധീകരിക്കാൻ അനുവാദം കൊടുത്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ജാതി സെൻസസുമായി മുന്നോട്ട് പോകുന്നതിന് ബീഹാറിന് സുപ്രീം കോടതിയുടെ അനുമതി വീണ്ടും കിട്ടി. അപ്പോൾ ഇതൊരു വലിയ അജണ്ടയായിട്ട് ബീഹാറിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടു നിതീഷ് കുമാർ സർക്കാരിൻ്റെ. അതിൻ്റെ കണക്കുകളൊക്കെ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കണക്കുകൾ പുറത്തേക്ക് വന്നു. അതായത് അധികാരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾ എത്ര, ആ അധികാരത്തിൻ്റെ പ്രാതിനിധ്യ സ്വഭാവത്തിലുള്ള പ്രാതിനിധ്യം കിട്ടാത്ത, ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം കിട്ടാത്ത പിന്നോക്ക വിഭാഗങ്ങളുടെ കണക്കെത്ര, അത് വലിയ ഭൂരിപക്ഷമാണ് എന്നുള്ള കണക്കുകളൊക്കെ പുറത്തേക്ക് വന്നു. ഇതൊരു സവിശേഷമായ രാഷ്ട്രീയ പശ്ചാത്തലം ക്രിയേറ്റ് ചെയ്യും എന്നുള്ള തോന്നലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച മണ്ഡൽ മസ്ജിദ് ആ കാലവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ആ കണക്കുകൾ രാജ്യവ്യാപകമായിട്ട് നടത്തണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രതിപക്ഷ സഖ്യം ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. BJP അതിനോട് കാര്യമായി പ്രതികരിക്കുന്നില്ല. RSSൻ്റെ നിലപാട് ഏതാണ്ട് അതിന് എതിരുമാണ്. ഇതൊരു ഗെയിം ചേഞ്ചർ ടോപ്പിക്കായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറാൻ സാധ്യത, ഗെയിം ചേഞ്ചർ പൊളിറ്റിക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത് എന്തിനാണ് ജാതി സെൻസസ്? ജാതി സെൻസസിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. ആരെല്ലാം മുന്നോട്ട് വന്നിരിക്കുന്നു, ആരെല്ലാം പിന്നോട്ടുണ്ട്, ഓരോരുത്തരുടെ സ്ഥിതി എന്താണ് എന്ന കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ടേ നിങ്ങൾക്ക് പ്ലാനിങ് നടത്താൻ ഒക്കുള്ളൂ. അപ്പോൾ ആ പ്ലാനിങ് നടത്താൻ വേണ്ടി നമ്മൾ എന്തോ കാലത്ത് നടത്തിയിട്ടുള്ള സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്തിട്ട് കാര്യമില്ല. ജാതി സെൻസസ് തന്നെ കൃത്യമായിട്ട് വെച്ചുകൊണ്ട് അവരുടെ ബാക്ക്വേർഡ് ഇൻഡിക്കേറ്റേഴ്സ് ഏതെല്ലാം വേണം, അവർ ഡിപ്രിവേഷൻ ലെവൽ എത്രയുണ്ട് എന്നതിനെ പറ്റിയൊക്കെ ചെയ്യണം. അതിൻ്റെ കൂടെ ഞങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് മാത്രമല്ല പ്രശ്നം. ഈ ജാതി സെൻസസിൻ്റെ കാര്യം ഒരു ഭാഗത്ത് പറയുമ്പോൾ ഇന്ത്യയിൽ സോഷ്യൽ ജസ്റ്റിസിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കേസാണ് ഇന്ദ്രസഹൻ കേസ്. യൂണിയൻ ടെറിട്ടറി. ഈ കേസിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഓരോ 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. ആരാണ് മേലോട്ട് വന്നത്, ആരാണ് താഴോട്ട്. അത് പ്രകാരം ഇവിടെ നടന്നിട്ടില്ല, ഈ കേരളത്തിൽ നടന്നിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതി നടത്തിയൊരു വിധിയെഴുത്തിൽ അത് ഞങ്ങളുടെ വളരെ പ്രഗത്ഭമായ ലോയർ കൂടിയാണ് അഡ്വക്കേറ്റ് ബീരാൻ സാഹിബ്. അദ്ദേഹം കൊടുത്തിട്ടുള്ളൊരു കേസിൽ കോടതി പറഞ്ഞു നിർബന്ധമായിട്ട് നിങ്ങൾ ഈ കണക്ക് പുറത്തു കൊണ്ടുവരണം. അതൊരു ഭാഗത്ത്. രണ്ടാമത് വിവിധ കമ്മീഷനുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. SC/STക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണ കമ്മീഷൻ, രംഗനാഥ് മിശ്ര കമ്മീഷൻ, സച്ചാർ കമ്മീഷൻ, ഇതൊക്കെയുണ്ട്. ഈ എല്ലാ കമ്മീഷനും പുറത്തു കൊണ്ടുവന്ന ചില തെളിവുകളുണ്ട്. ഔദ്യോഗികമായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റി, അത് സച്ചാർ കമ്മിറ്റി പാർലമെൻറ്റിൻ്റെ മുമ്പാകെ വെച്ചു, അത് മുന്നോട്ട് കൊണ്ടുവന്നു. കാര്യമൊന്നും ചെയ്തില്ല. പക്ഷേ കമ്മീഷൻ എന്തായി? പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് തങ്ങളുടെ ഡിപ്രിവേഷൻ ലൈൻ എവിടെയാണ്, തങ്ങൾ എവിടെ നിൽക്കുന്നു, എന്തെല്ലാം പോരായ്മ ഉണ്ടെന്ന് പറയാനുള്ളത് സഹായകരമായി എക്യുപ്പ് ചെയ്തു ഒരു പരിധി വരെ. എന്നാൽ രംഗനാഥ് മിശ്ര കമ്മീഷൻ ശരിക്ക് ഈ ഡിപ്രിവേഷൻ പരിഹരിക്കുന്നുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കൂടി പറഞ്ഞിട്ടുള്ളത്. അത് പക്ഷേ വെളിച്ചം കണ്ടില്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ സ്ഥിതിയെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ഇന്ത്യ നേരത്തെ നിങ്ങൾ ചോദ്യം കാണിച്ചതുപോലെ രാജ്യത്തിൻ്റെ ഒരു മുഖച്ഛായ, രാജ്യത്തിൻ്റെ ഒരു ഇത് നിങ്ങൾ ഉപയോഗിച്ച വാക്കാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് ഇത് പോവും. കാരണം ഇന്ത്യയിലാകെ പല സ്ഥലങ്ങളിലും ഇത് വളരെ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ്റിനും വലിയ ബാധ്യത. കേരള ഗവൺമെൻറ്റിന് വലിയ കാര്യത്തിൽ ഉറങ്ങിക്കിടക്കാൻ പാടില്ലാത്തതാണ്. എല്ലാവരും അറിയട്ടെ. കാരണം
കൃത്രിമമായിട്ട് ഇപ്പോൾ ഏത് സമുദായമാണെങ്കിലും അവർ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യം ഇവർക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന ആനുകൂല്യം തമ്മിൽ നോക്കി അർഹമായത് ചെയ്യട്ടെ. അത് ചെയ്യാതെ മൂടി വയ്ക്കുന്നത് കുറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ അത് അനിവാര്യമായിട്ടും ചെയ്യേണ്ട ബാധ്യതയാണ്. ഞങ്ങൾക്ക് എത്ര പ്രാവശ്യം നിങ്ങൾക്കറിയാം പാർലമെൻറ്റിൽ ജാതി സെൻസസിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് സംസാരിച്ചവരാണ്, ഇഷ്യൂ രേഖാമൂലം ഉന്നയിച്ചതാണ്, സംസാരത്തിലും കൊണ്ടുവന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചിത്രത്തിൻ്റെ ഗതിമാറ്റം, ആ ഗതിമാറ്റത്തിന് ഒരുപക്ഷെ ഇഷ്യൂ ഒരുപക്ഷെ എന്നല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ ഗതിമാറ്റത്തിന് ആക്കം കൂട്ടുന്ന സബ്ജക്റ്റായിരിക്കും ഈ ജാതി സെൻസസ് എന്ന് ഞാൻ വിചാരിക്കുക. ഇത് പറയുമ്പോൾ ഈ RSSൻ്റെയൊക്കെ മുൻകാലം മുതലുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അതായത് സംവരണം എന്ന് പറയുന്നത് ഗുണനിലവാരത്തെ ഇല്ലാതാക്കുന്നു, മെറിറ്റാണ് പ്രധാനമായി കാണേണ്ടത്. അതിൻ്റെ അടിസ്ഥാനം ഇനിയിപ്പോൾ സംവരണം വേണമെങ്കിൽ തന്നെ അത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സാമ്പത്തിക നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണമാകാം, അത് മെറിറ്റിനെ അട്ടിമറിക്കാത്ത വിധത്തിലാകണം എന്നൊരു ആർഗ്യുമെൻറ്റ് മുൻകാലം മുതൽ തന്നെ RSSഉം മറ്റ് സംഘപരിവാര സംഘടനകളും ഒക്കെ മുന്നോട്ട് വയ്ക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ സംവരണം തന്നെ സ്ക്രാപ്പ് ചെയ്യേണ്ടതാണ്, അതിന് പലതരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ അവർ പറയാറുണ്ട്. ഈ ഭരണഘടനയിൽ സംവരണ വ്യവസ്ഥ ചെയ്തപ്പോൾ തന്നെ 10 വർഷം കഴിയുമ്പോൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള തെറ്റായ ന്യായങ്ങളും നിരത്തുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ ഒരു ആർഗ്യുമെൻറ്റിനെ ഈ ബീഹാർ സർക്കാർ പുറത്തുവിട്ട കണക്ക് വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ തന്നെ. അല്ല, ഇതിൽ പറഞ്ഞൊരു അർത്ഥമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അഡ്രസ്സ് ചെയ്തൊരു പോയിൻ്റ്, ഇവരുടെ വാദഗതിയാണിത്. മെറിറ്റിനെ എന്ത് ചെയ്യും, വെള്ളം ചേർക്കും മെറിറ്റിൽ നിന്ന്. പക്ഷേ ഇത് ഞാനിപ്പോൾ നിങ്ങൾ സംയുക്തയിൽ പോകുമ്പോൾ ഞങ്ങൾ എടുത്ത് നോക്കാം. ഒരു പഠനം നടത്തിയിരുന്നത് ഈ മെറിറ്റ് കോട്ടയിൽ വന്നവരുടെ വെദർ ദേ ആർ പെർഫോമിങ് ഈക്വൽ ടു ദി അതേഴ്സ്, അത് നടത്തിയതിൽ ഇത് ഒരു നിലയിലും വിപരീതമായിട്ട് ബാധിച്ചിട്ടുള്ളതാണ്. ഇവരുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പോയിൻ്റാണ്. കാരണം വെച്ചാൽ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ബുദ്ധി കുറഞ്ഞവരും അതിന് മേലെ കുറേ അധികാരം പിടിച്ചു വെക്കുന്നവരുണ്ട്, അവർ മഹാബുദ്ധിശാലികളുമാണെന്നുള്ള അവരുടെ ആ സങ്കല്പം ഉണ്ടല്ലോ, ആ സങ്കല്പത്തിനനുസരിച്ച് കൊണ്ടുവരുന്ന വാദഗതികളാണിത്. മാത്രമല്ല ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഏത് ഇതിൽപ്പെട്ടവനാണെങ്കിലും ഇവിടെ എല്ലാവരും പറഞ്ഞു ഇൻക്ലൂസീവ് ഗ്രോത്ത് വേണം, എല്ലാവരും ഉൾക്കൊള്ളണം. എല്ലാവരും ഉൾക്കൊള്ളാൻ എങ്ങനെയാണ്? എല്ലാവരും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഈ സംവിധാനത്തെ ഇല്ലാതാക്കലാണ്. അപ്പോൾ അതിൽ ഗൗരവമുള്ള സംഗതിയാണ്. ഈ പറയുന്ന പ്രൊപ്പഗൻഡയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. അത് അവരുടെ വാദമുഖം തെളിയിക്കാൻ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി അവർ കൃത്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നൊരു സാധനമാണ്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ ഈ ജാതി സെൻസസിൻ്റെ കാര്യം ബീഹാർ മുന്നോട്ട് വയ്ക്കുകയും അവരത് നടത്തുകയും ചെയ്തതിന് ശേഷം രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വളരെ ശക്തമായിട്ട് ഈ ജാതി സെൻസസിനെ അനുകൂലിച്ച് രംഗത്ത് വരികയും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കും എന്ന് പ്രഖ്യാപിക്കുകയും ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ജാതി സെൻസസ് നടത്തും എന്നുള്ളത് ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളും ജാതി സെൻസസിനെ അനുകൂലിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ഈ പ്രാവശ്യം പ്രസംഗം ചെയ്തപ്പോൾ ഞാൻ തൊട്ട് ബാക്കിലിരിക്കുന്നുണ്ട്. ഏറ്റവും ശക്തമായിട്ട് ജാതി സെൻസസിൻ്റെ ഇഷ്യൂ സംസാരിക്കുകയായിരുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് പാർലമെൻറ്റിൽ. അപ്പോൾ അവർക്ക് അതിൽ അങ്ങനെ ഒരു സമീപനം എടുത്തിട്ടുണ്ടെന്നുള്ളത് വളരെ നല്ലൊരു സമീപനമാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും ആ സമീപനമായിട്ട് അവർ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ, കാരണം അദ്ദേഹം ഓൾറെഡി ഡിക്ലെയർ ഞങ്ങളിതിനു വേണ്ടി നിൽക്കുകയാണെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് പ്രധാന വിഷയമാകുമെന്നുള്ള നിലയിൽ തന്നെ അവരവരുടെ വിവിധ സ്റ്റേറ്റുകളിൽ ഇതിൻ്റെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അവിടെ തന്നെയാണ് എൻ്റെ ചോദ്യവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് ഈ പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളിലും വെച്ചിരുന്നു. പക്ഷേ പ്രായോഗിക തലത്തിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം, മധ്യപ്രദേശ് കമൽനാഥ് ആയിരുന്നു നേതൃത്വത്തിൽ. കമൽനാഥിൻ്റെ കാര്യത്തിൽ വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. കാരണം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിന് ശേഷം 27% സംവരണം മധ്യപ്രദേശിൽ നടപ്പാക്കിയത് 2018 കമൽനാഥ് അധികാരത്തിൽ വന്ന സമയത്താണ് ഒരു ഓർഡിനൻസിലൂടെ അത് നടപ്പാക്കിയത്. അങ്ങനെയുള്ള കമൽനാഥ് പോലും ഗ്രൗണ്ട് ലെവലിൽ ഈ ജാതി സെൻസസ് ഒരു വലിയ വിഷയമായിട്ട് ഉന്നയിക്കാതിരുന്നു. അതുപോലെ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിക്കാൻ കോൺഗ്രസ് മടി കാണിച്ചു. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഇതിനുവേണ്ടി വാദിക്കുന്നുണ്ട്. AICC അത് അവരുടെ പ്രമേയമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഇത് താഴെത്തട്ടിലേക്ക് എത്തണ്ടേ. ഇന്ത്യ മുന്നണിയിലെ ഏതാണ്ട് എല്ലാ പാർട്ടികളും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഇതിൻ്റെ പ്രാധാന്യം, ഇത് താഴെത്തട്ടിൽ എത്തിക്കുക എന്ന് പറയുന്നത് അതാണ് നേരത്തെ പറഞ്ഞത്. ഇന്ത്യ അലയൻസിൻ്റെ ജോലി അതാണ്. തിയറി പറഞ്ഞിട്ട് കാര്യമില്ല, പ്രാക്ടീസ് ആയിട്ടുള്ളത് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് വർക്കൗട്ട് ചെയ്യണം. അതിനുവേണ്ടി പറയണം. ഓരോ സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ ദേശീയാടിസ്ഥാനത്തിൽ തന്നെ വരാൻ വേണ്ടി പോകുന്ന പ്രകടന പത്രിക, ആ പ്രകടന പത്രിക
ഇന്ത്യ അലയൻസിൻ്റേതുണ്ടാവും പൊതുവായി. അതേസമയം ഞാൻ വിചാരിക്കുന്ന മറ്റ് സംഘടനകളും സ്വാഭാവികമായിട്ടും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ അത് ഉൾക്കൊള്ളിച്ചിരിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റഡാണ്, ഞങ്ങൾ അതിനുവേണ്ടി നിൽക്കുന്നു എന്ന് ശക്തിയായിട്ട് പറയണം. അങ്ങനെ പറയുന്ന ഞാൻ വിചാരിക്കുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സമീപനം പാർലമെൻറ്റിൽ അവരെടുത്തതിന് രാജ്യം സാക്ഷിയാണ്. ഞങ്ങളവിടെ നേരിട്ട് അത് കണ്ടതുമാണ്. ഇത് പറയുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു പൊതു മിനിമം പരിപാടി അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആലോചനകളുണ്ട്. അതിൽ ഇതൊരു കോമൺ ടോപ്പിക്കായിട്ട് സ്വാഭാവികമായിട്ടും വരും, സ്വാഭാവികമായിട്ടും വന്നേ പറ്റൂ. അല്ല, അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ടോ? ഇല്ല വന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മീറ്റിങ്ങുകളൊക്കെ ചിന്താ മീറ്റിംഗ് എന്നുള്ള നിലയിലാണെങ്കിൽ ഏരിയാസ് ഏതെല്ലാം ഏരിയയാണ് സാധനം എടുക്കേണ്ടത്, ഏതെല്ലാം ഇഷ്യൂലാണ് ജനങ്ങൾ അണിനിരത്തേണ്ടത്, ഏതെല്ലാം ഇതിലാണ് കൂട്ടായിട്ടുള്ള ഫീൽഡിലെ വർക്ക് നീക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങളിലേക്ക് ഡിസ്കഷൻ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ അത് നടക്കും. വിഷയങ്ങൾ തീരുമാനിക്കുന്നതിനൊപ്പം തന്നെ സംഘടനാ തലത്തിൽ തന്നെ താഴെത്തട്ടിലേക്ക് യോജിച്ചൊരു ക്യാമ്പയിൻ ആ ലെവലിലാണ് അത് വേണം. അതായത് യോജിച്ച ഈ ശരിക്കും പറഞ്ഞാൽ വളരെ കുറഞ്ഞ 1-2 ചെറിയ സംഗതി മാത്രമല്ലേ ഇന്ത്യ അലയൻസിൻ്റെ പേര് നടന്നിട്ടുള്ളൂ. ഇന്ത്യ അലയൻസ് ഫണ്ടമെൻ്റലായ സംഗതികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിധത്തിൽ ആളുകൾക്ക് എങ്ങനെയാണ് ഈ അനീതിക്കെതിരായി ഇത്തരം സംഗതികളിൽ ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് നീങ്ങുന്നു എന്ന ആളുകളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ തികച്ചും നടപടിക്രമങ്ങൾ താഴെ തട്ടിൽ ചെയ്തുകൊണ്ടിരിക്കണം. ജോയിൻ്റ് ആക്ടിവിറ്റീസ് സജീവമാക്കി കൊണ്ടുവരണം. ഞാനിത് ചോദിക്കാൻ കാര്യം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാനിത് ചോദിക്കുന്നത്. കാരണം കേരളത്തിൽ 2 മുന്നണി സംവിധാനങ്ങൾ വലിയ ദീർഘകാലമായി വലിയ അസ്വാരസ്യങ്ങളില്ലാതെ വളരെ സുഘടിതമായി പ്രവർത്തിച്ചുകൊണ്ടൊരു പാരമ്പര്യം കേരളത്തിലുണ്ട്. LDFും UDF അത് ഏത് മുന്നണിയാണെങ്കിലും. അപ്പോൾ ഈ പ്രവർത്തന പരിചയമുണ്ട്. എങ്ങനെയാണ് ഒരു മുന്നണി സംവിധാനം, അതിൻ്റെ കീഴ്ഘടകങ്ങൾ, അതിൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം, ഇതേക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുണ്ട്. ആ ധാരണയുള്ള നേതാക്കൾ ഇപ്പോൾ ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്, താങ്കളുണ്ട്, KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തല പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവാണ്, ശശി തരൂരുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ വളരെ പ്രധാനപ്പെട്ട റോളിലുണ്ട്. CPMനെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ കേരള ഘടകമാണ്. അപ്പോൾ ഈ മുന്നണി രാഷ്ട്രീയം എങ്ങനെയാണ് ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തിക്കേണ്ടത് എന്ന് നല്ല ബോധ്യമുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ട്, മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിലുണ്ട്. അപ്പോൾ ആ നിലയ്ക്കൊരു ആസൂത്രണത്തിലേക്ക് പോകുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിക്കാൻ കേരളത്തിലെ നേതാക്കൾക്ക് സാധിക്കില്ലേ? വളരെ ദേശീയ നമ്മൾ ഈ ചർച്ച ചെയ്ത പ്രശ്നങ്ങൾ, ഇപ്പോൾ CA ആവട്ടെ, സംവരണമാകട്ടെ, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാകട്ടെ, പിന്നെ ഇപ്പോൾ പല പുതിയ നിയമങ്ങൾ വരുന്നുണ്ട്, ഇതിൻ്റെ കാര്യങ്ങളാകട്ടെ, ഇതിനോടൊക്കെ വളരെ ശക്തിയായിട്ട് സ്റ്റേറ്റുകൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നതിൽ കേരളം നിർണായകമാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളം വളരെ നിർണായകമായ ഒരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ലെന്ന് ചോദിച്ചാൽ കഴിയണം. അത് കഴിയുന്ന വിധത്തിലുള്ള സമീപനം കേരളത്തിലെ കോൺഗ്രസ് സുഹൃത്തുക്കളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ കേരളത്തിൽ അവർക്ക് എന്ത് വേണം, ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിന് മേലെയാണല്ലോ ഇപ്പോൾ. അതെ, ഇവിടെ സീറ്റുകൾ കിട്ടണം. അത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാത്തിൻ്റെയും ആവശ്യത്തിൽപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അതിൽ കേരള സംസ്ഥാനം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്ര കോൺഗ്രസിലും പാർട്ടിയിലുമൊക്കെ തന്നെ സമ്മർദ്ദം ചെലുത്തേണ്ടതില്ലേ എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് സർക്കാരിനോട് ചോദിക്കേണ്ടതാണ്. ഞങ്ങളും വിചാരിക്കുന്നു അങ്ങനത്തെ ആ ഒരു നിലയിൽ അവർ ഇടപെട്ട് ദേശീയ തലത്തിൽ കൂടി ആ ഒരു ചിന്താഗതി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇത്. ഈ എല്ലാ പാർട്ടികളുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വിലക്കയറ്റമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, വ്യവസായ രംഗത്തെ മുരടിപ്പുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ഈ പറയുന്ന നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ അപ്പുറത്ത് വളരെ സുഭദ്രമായൊരു പ്രൊപ്പഗാൻഡ മെക്കാനിസവും അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ഞാനാണ് എന്ന് പറഞ്ഞു, ഞാൻ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു നേതാവുമുണ്ട്. അതിന് വലിയ പ്രോമിനൻസ് കൊടുക്കുന്ന വിധത്തിലുള്ള മാധ്യമ വിഭാഗങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഇന്ത്യ മുന്നണിയെ പോലെ ഒരു പ്രതിപക്ഷ സഖ്യത്തിന് നേരിടേണ്ടി വരുന്നത് BJPയെയും സംഘപരിവാരത്തിനെയും മാത്രമല്ല, അവരുടെ പ്രൊപ്പഗാൻഡ മെക്കാനിസത്തെ കൂടിയാണ്. ആ ഒരു തിരിച്ചറിവ് ഞാനിത് ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇനി വളരെ കുറഞ്ഞ സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. വളരെ ദൂരം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ ആദ്യം അറിഞ്ഞു തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ആവർത്തിച്ച് പറയുകയാണ്. നമ്മൾ
തത്വങ്ങളും ഈ സാഹചര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്ന മീറ്റിങ്ങുകളാണ് നടന്നത്. ജനങ്ങളെയും കൂട്ടി ഇത്തരം പ്രശ്നങ്ങൾ ഒരു വലിയ പ്രശ്നമായിട്ട് അതിൻ്റെ അർത്ഥസാന്ദ്രത ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള മൂവ്മെൻറ്റ് വരേണ്ട സമയമായി. അത് വേണം ചെയ്യണം. അതിപ്പോൾ അടുത്ത മീറ്റിങ്ങുകളൊക്കെ ആയിട്ട് അതിൻ്റെ സജീവമായിട്ട് ചർച്ച ഉണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഞാൻ അവസാനമായിട്ട് കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലൂടെ ചോദിക്കാം. പേഴ്സണലായിട്ടുള്ള കാര്യം ഇപ്പോൾ കഴിഞ്ഞ തവണയും ഇ.ടി. മത്സരിക്കുന്ന കാര്യത്തിൽ ചില സംശയങ്ങളോ അല്ലെങ്കിൽ മണ്ഡലം മാറുന്നതിനെക്കുറിച്ചുള്ള ചില മികച്ചൊരു പാർലമെൻറ്റേറിയൻ എന്നുള്ള കാര്യം അത് കേരള നിയമസഭയിൽ അംഗമായിരിക്കുമ്പോൾ തന്നെ കേരളത്തിന് ബോധ്യമുള്ള കാര്യമാണ്. അങ്ങ് പാർലമെൻറ്റ് അംഗമായതിനു ശേഷം അങ്ങയുടെ പ്രവർത്തനവും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് ഇത്തരമൊരു പർട്ടിക്കുലറായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ. ഈ തെരഞ്ഞെടുപ്പിനെ ഒരുങ്ങുമ്പോൾ മത്സരിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഞാൻ ഇതിനെ മത്സരിക്കുമോ? അത് ഒന്നും പറയാൻ കഴിയില്ല. അതിന് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഞാൻ തന്നെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനും പറഞ്ഞിട്ടില്ല, പാർട്ടിക്കകത്ത് പുറത്തും പറഞ്ഞിട്ടില്ല. പിന്നെ അന്തിമമായിട്ട് എന്താണ് ആരെവിടെയാണെന്ന് തീരുമാനിക്കുന്നതിനെ പറ്റിയും നമുക്ക് കയറി പറയാൻ ഒക്കില്ല ഒരു പാർട്ടി സംവിധാനത്തിൽ. അപ്പോൾ ആ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ നമ്മളെ കൊണ്ട് എൻ്റെ തന്നെ സ്ഥിതി എന്താണെന്ന് എനിക്ക് തന്നെ അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് പല മാനദണ്ഡങ്ങളും ഒരു സംഗതിയിലുണ്ട്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സംഗതി പോക്ക്. ലീഗിന് കൂടുതൽ സീറ്റ് അർഹതയുണ്ട് എന്നുള്ളൊരു ചോദിക്കുന്നുണ്ട് എന്നുള്ള വാദം നേരത്തെ മുതലുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഞങ്ങളിവിടെ ഒരു ക്യാമ്പുണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ഷോർട്ട്നൂരിൻ്റെ അപ്പുറത്ത് ചെറുകര. അവിടെ ആ ക്യാമ്പിലും ഉയർന്നു വന്നൊരു ഡിസ്കഷൻ അഡീഷണലായിട്ട് ഒരു സീറ്റ് ചോദിക്കണമെന്നാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ LDFലെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ് CPI. CPIക്ക് 4 സീറ്റുണ്ട് ലോക്സഭയിൽ മത്സരിക്കാനായിട്ട്. ലീഗിന് 2 സീറ്റേ ഉള്ളൂ. അതെ, ഇത് കാലങ്ങളായിട്ട് 2 സീറ്റിലാണ് ലീഗ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ലീഗിന് അർഹതയുണ്ട് എന്ന് പറയുകയും അവസാനം ലീഗ് കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ്, ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ റോളുള്ളതാണ്, അതുകൊണ്ട് കോൺഗ്രസ് കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിച്ചോട്ടെ എന്നൊരു ഔദാര്യ സമീപനം എടുക്കുകയും ചെയ്യാറുണ്ട്. അത് തന്നെ ഇത്തവണ ആവർത്തിക്കുമോ? അങ്ങനെയല്ല, സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കാനാണ് വിചാരം. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു ഏകദിന ക്യാമ്പിൽ വന്ന ഒരു പൊതുവായിട്ടൊരു സംഗതിയാണ് അത് ചോദിക്കണമെന്നുള്ള കാര്യത്തിൽ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് ചോദിക്കണമെന്ന് മാത്രമല്ല, സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുള്ള ഒരു സംഗതിയാണ്. അത് പിന്നെ എങ്ങനെ ഏത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചർച്ച ചെയ്യാനേ പറ്റുള്ളൂ. ഞങ്ങൾ സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. വേറൊരു വ്യക്തിപരമായ കാര്യം കൊണ്ട് ചോദിച്ചോട്ടെ. ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് വളരെ മികവ് പുലർത്തിയ ആളാണ്. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പാർലമെൻറ്റിൽ കുറേ കാലമായി. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങണം എന്നെപ്പോഴെങ്കിലും തോന്നിയോ? ഇല്ല, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി. കാരണം വെച്ചാൽ ഓരോ ഏജ് ഗ്രൂപ്പുണ്ട്. ഞാനിപ്പോൾ ഇവിടെ തിരിച്ച് വന്നിട്ട് എന്തെങ്കിലും പ്രത്യേക അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനില്ല. ഒന്ന്, പിന്നെ ഞാനിപ്പോൾ ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ സാഹചര്യം. കാരണം ഈ വിദ്യാഭ്യാസ വകുപ്പൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ദൈവാധീനത്തിൻ്റെ സംഗതിയാണിത്. ഞാൻ വലിയ പരിക്കൊന്നും കൂടാതെ രക്ഷപ്പെടാനും സങ്കീർണമായ കേരളത്തിൽ റിഫോംസ് കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞത് അതിൻ്റെ ഒരു സംഗതിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യകതയല്ല. അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ റിഫോംസ് കൊണ്ടുവരുമ്പോൾ അതിന് മുമ്പ് കൊണ്ടുവന്ന റിഫോംസിൻ്റെയും അതിൻ്റെ പിന്നിൽ കൊണ്ടുവന്ന റിഫോംസിൻ്റെയും കാലത്ത് വലിയ എതിർപ്പുകളും വലിയ രൂക്ഷമായ പ്രക്ഷോഭങ്ങളും ഒക്കെ കണ്ടു. എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. ഇന്നത്തെ ഈ പുതിയ ഈ സ്ഥാപനങ്ങളെല്ലാം വരവും അതിൻ്റെ വികാസമൊക്കെ അന്നത്തെ നമ്മുടെ സെൽഫ് ഫിനാൻസിങ് ഡിസിഷൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ്. ഗ്രേഡിങ്, അതുപോലെ പല സംഗതികൾ, യൂണിവേഴ്സിറ്റികൾ, ഈവൻ സംസ്കൃത യൂണിവേഴ്സിറ്റി എല്ലാം വന്ന് പക്ഷേ ഒന്നും പോലും വിട്ടാതെ അത് ചെയ്തുകൊണ്ടുപോകാൻ പറ്റി, എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അങ്ങനെ വന്നു. അതായത് നല്ലത് തന്നെ. കേരളം വളരെ സെൻസിറ്റീവാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ. ഒരു ചുവട് തെറ്റിയാൽ മതി. ഒരു കാര്യം ഇവിടെ, ഈ അന്ന് മന്ത്രിയാവുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബും E.T. മുഹമ്മദ് ബഷീറും ഒക്കെ മന്ത്രിയാവുമ്പോൾ ലീഗിലെ ഒരു തലമുറ മാറ്റത്തിൻ്റെ
നാന്ദി കൂടിയായിരുന്നു അത്. കാരണം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അധികാര സ്ഥാനത്തേക്ക് വരുന്നു, പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് വരുന്നു. അത് മന്ത്രിമാരാകുക എന്നുള്ളത് മാത്രമല്ല, ഒരാൾ വ്യവസായ വകുപ്പിലേക്കും ഒരാൾ വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് വന്നത്. കേരളത്തിൻ്റെ ഏറ്റവും അതെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ വരുന്നു, അവർ കുറേ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഇപ്പോൾ ലീഗിലെ വേറൊരു തലമുറ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമായില്ലേ? അതിപ്പോൾ ടോട്ടൽ മന്ത്രിമാർ ഇപ്പോൾ നമ്മൾ എം പിമാരുള്ളത് 2 MP-മാരുള്ളൂ. അല്ല, ഞാൻ പാർലമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം പാർലമെന്റിൽ കുറെ കൂടെ പക്വവും കുറെ കൂടെ ദീർഘദൃഷ്ടിയോടുകൂടെ ഇടപെടുന്ന നേതാക്കളുടെ ആവശ്യമുണ്ട്. ആശ്രയിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ യങ്സ്റ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. യങ്സ്റ്റേഴ്സിന് ഞങ്ങളിപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ എല്ലാ പാർട്ടിയിലെയും MLA-മാരുടെ ലിസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. അതിൽ ഡ്യൂ ഷെയർ കൊടുത്തിട്ടുണ്ട്. കൊടുക്കലെന്ന് ആവശ്യമാണ്. പിന്നെ അവരാണല്ലോ, കാരണം പുതിയ ജനറേഷന് കൂടുതൽ ഭാവനയുണ്ടാവും, കൂടുതൽ ആരോഗ്യം ഉണ്ടാവും, എല്ലാം ഉണ്ടാവുന്നതിൻ്റെ പ്രധാന ഘടകങ്ങൾ തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് അത് പ്രിഫറൻസ് കൊടുക്കണം. കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രാവശ്യത്തിൽ അല്ല, ഞാൻ മത്സരിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ള കാര്യത്തിലല്ല ഞാൻ ചോദിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് റോളിലേക്കൊക്കെ യങ്സ്റ്റേഴ്സ് വരിക. ഇപ്പോൾ അധികാരത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ മന്ത്രിമാരുടെ ചോയ്സ്, അതില്ലാത്ത ഘട്ടത്തിൽ പാർട്ടിയിലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിലേക്കൊക്കെ ചെറുപ്പക്കാർ വേണം, അവർക്ക് സേവ് വേണം. അതിനെക്കുറിച്ച് ഞങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ഉണ്ട്, മേലെ സെക്രട്ടേറിയറ്റ് ഉണ്ട്, അതിന് താഴെ നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ, അങ്ങനെയാണ് ഞങ്ങളുടെ സംവിധാനങ്ങൾ പോകുന്നത്. അതിലൊക്കെ തന്നെ ഡ്യൂ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, യുവാക്കൾക്ക് നല്ല പ്രാതിനിധ്യമുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്. എനിവേ വളരെയധികം നന്ദി സഹകരിച്ചതിന്. താങ്ക് യു.